ലോക വനിതാ ദിനമാണ്. ഈ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സംഘടന ജയ് ജനസേവാ ഫൗണ്ടേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിന പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നാനാതുറകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കളെ നമ്മുടെ ഈ വേദിയിൽ വെച്ച് ജനസേവയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആദരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, വനിതകൾ പണ്ട് കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും അവർക്ക് തുല്യനീതിയോ തുല്യ ജോലി സാധ്യതയോ തുല്യ വേതനമോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് വനിതകൾ ചൊവ്വയിലും ശനിയിലും വരെ വനിതകളെ ഒരുപാട് അടിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി വനിതകൾ രാജ്യം ഭരിക്കുന്ന ലെവലിലേക്ക് അവർക്ക് വളർച്ചകളുണ്ടായി. കലാരംഗം പാവപ്പെട്ട നമ്മുടെ എല്ലാ വനിതകൾക്കും സഹോദരിമാർക്കും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ ഈ വനിതാ ദിനം ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നടത്താൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ പ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട് എത്തിയിരിക്കുന്ന സോഷ്യൽ മീഡിയയിലേക്ക് അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീമതി സിന്ധു സാജൻ, അതുപോലെ തന്നെ കലാരംഗത്തും എഴുത്ത് രംഗത്തും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചില സഹോദരിമാരെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ശ്രീമതി സിന്ധു സാജൻ അവരുടെ ആദരവോടുകൂടി ക്ഷണിച്ചു. കേക്ക് കട്ട് ചെയ്ത് വനിതാ ദിനമായിട്ട് അല്ലേ എല്ലാരോടും എന്താ പറയാ, എനിക്കിവിടെ നിങ്ങളോടൊപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്ന് ചേരുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ പോയിട്ടില്ല. വനിതാ ദിനം അപ്പം അടുത്ത പ്രാവശ്യം ഇതിൽ നിന്നും ഒരുപാട് ഉയർച്ചയിലേക്ക് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ വനിതാ ദിന ആശംസകൾ വീണ്ടും അല്ലേ മാഡം ഒരിക്കൽ കൂടെ പറയുകയാണ് കേട്ടോ. വളരെ സന്തോഷം, ഈ നിമിഷത്തിൽ വളരെ സന്തോഷം. നമ്മള് എന്ത് പറയാനാണ്, ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ കാണാൻ ഞാൻ അത്രത്തോളം എന്ത് പറയാനാണ് ഓടി എത്തിയതാണ് കേട്ടോ. അപ്പൊ ആർക്കാണ് ഞാനിത് എവിടെയാണ് ഗസ്റ്റിനെ വഴി വക്കിൽ കണ്ട ഗസ്റ്റും കൂടെയാണ് കേട്ടോ. നിസാരപ്പെട്ട ഗസ്റ്റ് അല്ല, എന്നെ കണ്ടത് എന്റെ ലെക്കാണ് അല്ലേ, എന്റെ ലെക്കാണ് കേട്ടോ. അപ്പൊ മേഡത്തിന് തന്നെയാണ് ഞാൻ തരുന്നത്. നമ്മൾ എവിടെയാണ്? മേഡം താങ്ക് യു. എല്ലാവിധ വനിതാ ദിന ആശംസകൾ. താങ്ക് യു. വളരെ സന്തോഷം. ക്ഷണിച്ച പിന്നെ എല്ലാരും കൂടെ കിടന്ന് കഴിക്കാം. അപ്പൊ പിന്നെ എനിക്ക് എന്ത് പറയാനാണ്, ഇങ്ങനെ ഒരു മെമ്മന്റോ കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ്. അത് പ്രത്യേകിച്ച് വനിതാ ദിനത്തിലായപ്പോൾ വളരെ ഹാപ്പിയാണ് കേട്ടോ, വളരെ ഹാപ്പിയാണ്. അടുത്ത ആളാണ് സന്ദീപ. അമ്മമ്മ വാ, വനിതയല്ലേ ഇങ്ങോട്ട് വരീതേ, വാ ഇവിടെ നിക്കേ. കച്ചവടം ചെയ്യണാണ്, കപ്പ കച്ചവടമാണോ? മലക്കറി. കണ്ടാ അമ്മച്ചി
ഈ സ്റ്റാൻഡിൽ നിന്ന് കപ്പ വിൽക്കുന്ന അമ്മയാണ് കേട്ടോ, അല്ലേ അമ്മേ? മലക്കറി സ്റ്റേജിൽ നിന്ന് കപ്പ വയ്ക്കുന്ന അമ്മയാണ്. അമ്മയെ ഞങ്ങള് ഇപ്പൊ ആദരിക്കുകയാണ്. അതെ. വനിതാ ദിനത്തോടനുബന്ധിച്ച് പായസവും കിച്ചടി കിച്ചടി 37 വർഷം നിങ്ങൾക്കൊക്കെ എത്ര വയസ്സുണ്ട്? നെയ്യാറ്റിക്കരയാണോ അല്ലേ പേ? നിൽക്കുന്നത് നെയ്യാറ്റിക്കരയാണ്, തിരുവനന്തപുരം ജില്ലയിൽ അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചോറൊക്കെ കഴിച്ചു? മനസ്സും വയറും നിറഞ്ഞു അല്ലേ? നമ്മളെല്ലാവരും കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അമ്മേ? അതാണ് വേണ്ടത് അല്ലേ? RK ബ്ലോഗ്സിൻ്റെ വനിതാ ദിന ആശംസകൾ.